ഹലോ വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾഡ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നുണ്ടല്ലോ നിക്കുവിന് എവിടെയെങ്കിലും എപ്പോഴും പോകണം കേട്ടോ. ഈ പ്രായത്തിലുള്ള എല്ലാ പിള്ളേരും അങ്ങനെയായിരിക്കുമല്ലോ. അപ്പോൾ ചേട്ടൻ വന്നതിന് ശേഷം, അതായത് 8 മണിക്ക് ശേഷം ഒരുങ്ങി റെഡിയായി ആളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് കരുതി പുറത്ത് ഇറക്കുവാണ് കേട്ടോ. ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ മഴ. അയ്യോ, ഒരിക്കലും ഇല്ലാത്ത മഴ കേട്ടോ. നൈറ്റ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ ആൾ വിടുന്നുണ്ടോ, ഭയങ്കര ബഹളം അവിടെ കിടന്നു. അവസാനം എന്തോന്ന് ഞങ്ങൾ ആ പെരുമഴയത്ത് കുടയും പിടിച്ച് ഞങ്ങളെ റോഡിൽ കൊണ്ടുപോയി. റോഡിൽ നടന്ന് കൊണ്ടുപോയി അവിടെ വണ്ടിയൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിനൊന്നും വില്ലിങ് അല്ല. എന്താ അവളുടെ ഉദ്ദേശം എന്നറിയാമല്ലോ, എന്തെങ്കിലും സ്നാക്സ് മേടിക്കണം. അങ്ങനെ തൊട്ടടുത്തുള്ള ഓപ്പോസിറ്റ് ഒരു കടയിൽ, ചെറിയ കടയിൽ കയറി പഴവും ഒരു കുഞ്ഞ് ബിസ്ക്കറ്റും ഒക്കെ മേടിച്ചു കൊടുത്ത് അത്യാവശ്യം കുറച്ചൊന്ന് കൂളാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അടുത്തത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നിക്കുവിന് ഇപ്പോൾ KG ഇപ്രാവശ്യം അഡ്മിഷൻ എടുക്കാമെന്ന് കരുതിയതായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഒഴിവാക്കി, വേണ്ടെന്ന് വെച്ചാൽ. അപ്പോഴത്തേനും ഞങ്ങൾ മേടിച്ച കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. വാട്ടർ ബോട്ടിലും ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. നല്ല ക്യൂട്ടാണ് കേട്ടോ അതൊക്കെ കാണാൻ. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങ് പൊടി തട്ടിയെടുത്തു. എന്തായാലും വിടുന്നില്ല. നമ്മളൊരു മൂവി കാണാൻ പോകുന്നു കേട്ടോ. അപ്പം നൈറ്റ് പാലൊക്കെ കാച്ചി അതിൽ വെച്ച് ഫുൾ വെള്ളമൊക്കെ നിറച്ച് ഞാൻ എൻ്റെ ആഗ്രഹം അങ്ങ് സഫലീകരിച്ചു കേട്ടോ. എനിക്കാണ് എക്സൈറ്റ്മെൻറ്റ് കേട്ടോ ഇതൊക്കെ യൂസ് ചെയ്യാൻ. ഭയങ്കര രസമാണ് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. തൂങ്ങാൻപാറയിലുള്ള കാളീശ്വര തിയേറ്ററിലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ മിക്ക മൂവീസ് ഇവിടെ നിന്നാണ് കാണുന്നത് കേട്ടോ. ഞാൻ മൂവീസ് കാണുന്നത് വളരെ കുറവാണ്. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കേസാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളെ ദൃശ്യം 3 ആണ് കാണാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതൊക്കെ കാണും. പിന്നെ ഹൊറർ ഇഷ്ടമാണ്, കോമഡിയൊക്കെ ഇഷ്ടമാണ്. എന്നാലും കാണാൻ വലിയ താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ ഞാൻ. വന്ന ഉടനെ ഞങ്ങൾ ഇൻ്റർവെല്ലിന് ഇറങ്ങി പോകാൻ വയ്യെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ പോപ്കോണൊക്കെ മേടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മളെ പരിപാടി മെയിനായിട്ട് ഞാനും നിൽക്കും പറഞ്ഞത് ഇതിനാണ്. സിനിമാ പ്രേമികൾ സിനിമ കാണാൻ വേണ്ടി മാത്രം വരും, ഞങ്ങൾക്ക് കഴിക്കണം ആ ഒരു ചിന്തയിൽ വരും. ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോപ്കോണൊക്കെ വാങ്ങിച്ച് അങ്ങനെ കഴിക്കുകയാണ്. ഞാനൊരു കോഫി മേടിച്ചു. കോഫി മേടിച്ച തീരുമാനം തെറ്റായിപ്പോയി. ഇത്രയും വൃത്തിയായിട്ടൊരു കോഫി ഞാൻ എൻ്റെ ലൈഫിൽ കുടിച്ചില്ല കേട്ടോ. അത്രയ്ക്കും ബോറാണ്. ഈ തിയേറ്ററിലേക്ക് പ്രശ്നം ഇതാണ്, ഒരു ക്വാളിറ്റിയും കാണില്ല, നല്ല റേറ്റും ആയിരിക്കും. അത് ഞങ്ങൾ കയറിയപ്പോൾ തന്നെ, കോഫി കുടിച്ചിട്ട് കയറിയപ്പോൾ തന്നെ സിനിമ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ആൾക്കാർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു. ദൃശ്യം 3 എഴുതി കാണിച്ചു. ഞാനത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കറക്റ്റായിട്ട് കുറേ ആൾക്കാർ വന്ന് ഫ്രണ്ടിൽ നിന്നും അത് പോട്ടെ. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട്. സിനിമയുടെ അഭിപ്രായം എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും വർക്കായില്ല സിനിമ. ഫസ്റ്റും സെക്കൻഡും അപേക്ഷിച്ച് 3, തേർഡ് ഒട്ടും എനിക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല. പിന്നെ ഞങ്ങൾ 11:30 മൂവി കഴിഞ്ഞു. ഈ പാതിരാത്രി 12 മണിക്ക് ഞങ്ങൾ ഒരു കട തപ്പിപ്പോയിട്ട് അവിടെ നിന്ന് ഷേക്ക് കുടിക്കണം കേട്ടോ. അതും ഈ തണുപ്പത്ത്. അപ്പോൾ ഷേക്കിൻ്റെ കാര്യമാണെങ്കിൽ ഒട്ടും പറയണ്ട, മൊത്തത്തിൽ ഫ്ലോപ്പായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. ആ ഷേക്കിൽ കുറച്ച് പഴമൊക്കെ അടിച്ചിട്ട് നമ്മുടെ മറ്റേ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒക്കെ ഒഴിച്ചിട്ട് അവൻ കൊണ്ടുവന്നു കേട്ടോ. രാത്രി ആയതുകൊണ്ടാണ് മൊത്തത്തിൽ അവൻ അങ്ങനെയാണോ അറിയത്തില്ല. മൊത്തം നെഗറ്റീവ് അല്ലേ ഞാൻ പറയണത്. പക്ഷെ എന്നാലും ഉള്ളതാണ് കേട്ടോ പറയണത്. അയ്യോ, അതുപോലെ വെച്ചിട്ട് വന്നു. ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കണ്ട ഭദ്രയുടെ ഒക്കെ റിയാക്ഷൻ നോക്ക്. അപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ഒരു ഏകദേശം ഞാൻ ഇപ്പം കുടിച്ച് വെച്ചിട്ടില്ല, അത്രയും തന്നെ കുടിച്ചോളും. പിന്നെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ നിക്കുമയ്ക്ക് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്ത്. ഏറ്റവും ചെറു നോക്കി എടുത്തതാണ്. അത് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് മേടിച്ച് കഴിച്ചു കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ആണ്. അമ്മ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി രാവിലെ ഒരുങ്ങി റെഡിയായിട്ട് അമ്മയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട്. കളിക്കാട് പോകുന്നുണ്ട് ഇന്ന് ഞങ്ങൾ. അതുകൊണ്ടാണ് അമ്മ വന്നത്. ആയിൽ തന്നെയാണ് കേട്ടോ വീണ്ടും പോകുന്നത്. എനിക്കും ചെറിയൊരു ചരട് ജപിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അങ്ങനെ എത്തി വന്നു കഴിഞ്ഞാൽ, അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് അവളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കണം കേട്ടോ. എണ്ണ ഒഴിപ്പിക്കുന്നു, കിടാവിളക്കിൽ എണ്ണ ഒഴിപ്പിക്കുന്നു, അവിടെ ചെയ്യുന്നു ഇവിടെ ചെയ്യുന്നു. അമ്മയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്യും കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ജപിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മ ഒരു മെറ്റീരിയൽ മേടിച്ച്, നല്ല കോട്ടൺ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പൊക്കി നിക്കുവിന് ഇതുപോലത്തെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നല്ല രസമുണ്ട്. അതിനുമ്പോൾ അവൾ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഞാൻ എന്നെ തന്നെ പൊക്കി പറയണല്ല, കൊള്ളാം കേട്ടോ, രസമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ അതിന് ശേഷം വീട്ടിൽ പോയി ചോറൊക്കെ കഴിച്ചിട്ട് നേരെ വീണ്ടും കള്ളിക്കാടോട്ട് പോവാണ്. കള്ളിക്കാട് പോയപ്പോഴത്തേനും ഒരു സർപ്രൈസ് ഉണ്ടായി. അമ്മ അമ്മൂനെയും കൂടെ പൊക്കി കേട്ടോ. അമ്മ എന്ന് പറയുമ്പം എൻ്റെ കുഞ്ഞമ്മയുടെ മോള്, അമ്മയുടെ അനിയത്തിയുടെ മോള്. അപ്പം അവളെയും കൂടെ പൊക്കി, അവളും കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങ് സർപ്രൈസ് ആയിപ്പോയി. അവൾ ഒരുപാട് നാളായി കേട്ടോ അവിടേക്ക് വന്ന് നിന്നിട്ട്. അപ്പോൾ അവൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ പോയി, ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ പോയി. അവളെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര നാണം, പരിചയമില്ലാത്തതുകൊണ്ടാ. അതൊക്കെ എൻ്റെ നിൽക്കും. കണ്ടില്ലേ, വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അപ്പം നമ്മൾ പോസ് ചെയ്യും, ഡാൻസ് കളിക്കും, അങ്ങനെ പലതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തെന്ന് വെച്ചാൽ മാങ്ങ കേട്ടോ, ഒരുപാട് മാങ്ങ അവിഞ്ഞ് പോയി ചീത്തയായിപ്പോയി എടുത്ത് കളഞ്ഞ കേട്ടോ. മാങ്ങ ലവേഴ്സിനൊന്നും ഇതൊരിക്കലും സഹിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് കരുതി പറഞ്ഞുകൊണ്ട് വന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ
അങ്ങനെ അമ്മു വന്ന സന്തോഷത്തിലാണ് നിക്കു ഇരിക്കുന്നത് കേട്ടോ. അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ട്ണറാണ് അവൾ. കാരണം അവൾ എല്ലാത്തിനും കൂടെ നിൽക്കും കേട്ടോ. ആ ഒരു എന്താ നിക്കുവിൻ്റെ ക്യാരക്ടറിന് പറ്റിയ ഒരു ആളാണ് നിക്കുവിൻ്റെ എൻ്റെയും. അപ്പോൾ അതെ ഞങ്ങളിതേ വീണ്ടും റെഡി ആയിട്ട് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ലായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് വേറൊരു പ്ലാൻ ഉണ്ട്. നമ്മുടെ നെയ്യാർ ഡാമിൽ ഒരു മാംഗോ ഫെസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ കാട്ടാൽ പുസ്തകമേളയൊക്കെ പോലത്തെ ഒരു സംഭവം ഫസ്റ്റ് ടൈമാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇനി എൻ്റെ അറിവിൽ ഫസ്റ്റ് ടൈമാണ്. എനിക്കറിയത്തില്ല മുന്നേ നെയ്യാർ ഡാമിൽ വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ അവിടെ എന്താ പെറ്റ് ഷോയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഹൊറർ ഷോയുണ്ട്, ഹൊറർ സംഭവമുണ്ട്. അതൊക്കെ കാണാമെന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതേ ഫസ്റ്റ് തന്നെ പെറ്റ് ഷോ ആണ് കേട്ടോ. അവിടെ 30 രൂപ, ഒരാൾക്ക് 30 രൂപയാണ് എൻട്രി ഫീസ് കേട്ടോ. അതിനകത്ത് റൈഡുകളും പല കാര്യങ്ങളും ഉണ്ട്. അതിനൊക്കെ എക്സ്ട്രാ ഫീസുണ്ട്. അപ്പോൾ മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടിയിട്ട് 30 രൂപ ഉണ്ട്. കുഞ്ഞുങ്ങൾക്കില്ല കേട്ടോ. നമ്മൾ ആദ്യം തന്നെ പെറ്റ് ഷോ, കുറേ മുയലുകൾ, എന്തിനും നമ്മുടെ നാടൻ കോഴികൾ വരെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചിരിക്കുന്ന ഇതൊക്കെ എന്തിനാ ഇവിടെ കൊണ്ട് വെച്ചിരിക്കണേന്ന് കേട്ടോ. പിന്നെ ഈ ആൾ ഇത്തിരി പ്രശ്നമാണ് കേട്ടോ. ഇനി അമ്മ കൈയൊക്കെ കൊണ്ടുവച്ചപ്പോൾ കൊത്താനൊക്കെ പോകണം കേട്ടോ. ഭയങ്കര ദേഷ്യം ആൾക്ക്. അങ്ങനെ കുറേ മുയലുകൾ, എനിക്കും എല്ലാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ നോക്കുകയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പെറ്റ്സ്. പിന്നെ അവിടെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ തീരെ പിടിച്ചിട്ടില്ല. സ്മെല്ലെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ആൾ മുയലെന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറഞ്ഞില്ലെങ്കിലും മുയലിനെയൊക്കെ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ആൾ ഇത് ഇങ്ങനെ കൊക്കും കൊണ്ട് ഇങ്ങനെ വന്ന് ഞങ്ങൾ പേടിച്ചു കേട്ടോ. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞു ഒന്നും പേടിക്കേണ്ട, ആൾ ഭയങ്കര പാവമാണ്, ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതേ കുറേ പൂച്ചകളും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര വലുതായിട്ടൊന്നുമില്ല. പിന്നെ പാമ്പ് ഇതേ കിടക്കണം. പാമ്പിനൊക്കെ എടുത്ത് കയ്യിൽ വെക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഫീസൊക്കെ കൊടുത്താൽ കേട്ടോ. അതിനൊന്നും നമ്മൾ നിന്നില്ലേ കണ്ടാൽ എനിക്ക് തൊട്ട് നോക്കണം, അവൾക്കൊരു പേടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ മാംഗോ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ മാംഗോ ആണ് കേട്ടോ. അങ്ങനെ ഭയങ്കര വെറൈറ്റി ഒന്നുമില്ല. കുറച്ച് അവിടെ ഇരിക്കുന്നില്ലേ അത്രയും മാങ്ങ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുറേ മറ്റേ സിന്ദൂര കർപ്പൂര മാങ്ങ, അങ്ങനെ കുറേ അപ്പൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറൈറ്റി പേരുള്ള മാങ്ങകൾ കേട്ടോ. കർപ്പൂര മാങ്ങയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ചായാലും മാങ്ങകൾ കാണാൻ പറ്റി. ഞങ്ങൾ പിന്നെ ഒരു മാങ്ങ മേടിച്ചു കേട്ടോ. അതിൻ്റെ പേര് ശ്രദ്ധിക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ പറഞ്ഞു ഇത്തിരി നല്ല മധുരമുള്ള മാങ്ങ എടുക്ക്, കൊച്ചിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ നല്ല ഏറ്റവും റേറ്റുള്ള മാങ്ങ കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ട് മേടിപ്പിച്ച കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിരുന്നു. പിന്നെ ഞങ്ങളുടെ സെക്ഷനിലോട്ട് അങ്ങ് പോയ കേട്ടോ. നിറയെ ഷോപ്പുകൾ, അയ്യോ ഒരു രക്ഷയില്ല. എന്തൊക്കെ ടോയ്സുകളായാലും മൊത്തത്തിൽ നിക്കുവിനിപ്പോൾ എന്ത് വേണമെന്നൊരു കൺഫ്യൂഷനാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് കുറച്ച് നേരത്തെ ആയിപ്പോൾ കേട്ടോ. ഞങ്ങൾ കരുതി ഇനിയിപ്പോൾ രാത്രി മഴയത്തൊന്നും കൊണ്ടുപോകണ്ട, അല്ലെങ്കിൽ ഇനി ലേറ്റ് ആക്കണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ പോയത്. നേരത്തെ പോയപ്പോൾ ഉണ്ടല്ലോ അവിടെ ഓരോന്ന് ഷോപ്പെല്ലാം ഇങ്ങനെ ഓപ്പൺ ആക്കി വരുന്നതേ ഉള്ളൂ. വളരെ കുറച്ച് ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ടുള്ളൂ. എന്നിട്ടും ഇത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ. സാധാരണ ഇതുപോലുള്ള മേളകളിലും സംഭവങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നത് കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് കൂട്ടിയിട്ടേക്ക് ഒരുപാട് സാധനങ്ങളാണ്. പക്ഷേ അതിൽ ഒരു കളക്ഷൻ പോലും കാണത്തില്ല. അല്ലെങ്കിൽ എല്ലാം നിറമങ്ങിയതോ ഒരു ക്വാളിറ്റി, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി നമ്മൾ അല്ലാതെ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. പിന്നെ നിക്കുവിന് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും അങ്ങനെ ഇവിടെ കിട്ടത്തില്ല. എന്ന് വെച്ചാൽ കുറച്ച് ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള അങ്ങനെ സംഭവങ്ങളൊന്നും ഇവിടെ കിട്ടത്തില്ല. പക്ഷെ ഇവിടെ അതുപോലത്തെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സ്ലൈഡ് ക്ലിപ്പ് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പുകളും അതിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, റേറ്റും കുറവ് കേട്ടോ. അങ്ങനെ എനിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ, എന്ത് വാങ്ങണം അത്രയ്ക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. നിക്കു ഫുൾ ടോയ്സിലാണ് കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്യണത്. അവൾക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ് കേട്ടോ. പിന്നെ നിക്കുവിന് വന്നപ്പോഴത്തേനും നമ്മൾ തൊപ്പി എടുക്കാൻ മറന്നു കേട്ടോ. അപ്പം മഴയും ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു തൊപ്പിയൊക്കെ മേടിച്ചു കേട്ടോ ആൾക്ക്. പിന്നെ എന്താ പറയുക, ഒരുപാട് കളക്ഷൻസ് കേട്ടോ. സത്യം പറഞ്ഞാൽ കമ്മലുകളൊക്കെ ഒരുപാട് എല്ലാം ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളൊന്നും മേടിച്ചില്ല. നിക്കുന് തന്നെ മെയിനായിട്ട് ഫുൾ മേടിച്ചത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മുന്നേയൊക്കെ ഞാൻ കമ്മൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വാങ്ങുമായിരുന്നു. പക്ഷെ നിക്കു ഉണ്ടായതിന് ശേഷം ഇപ്പം അവൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടോ വാച്ചിലാണ് കേട്ടോ. അവൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വാങ്ങാൻ പറ്റും. മെയിനായിട്ട് എനിക്ക് ഹെയർ ആക്സസറീസ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ വാങ്ങിച്ച് ഒരുപാട് വാങ്ങിക്കും. അവരുടെ മുടി വളർത്താനും മുടിയിൽ നന്നായിട്ട് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ വീഡിയോയിൽ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ഒരുപാട് ഹെയർ സ്റ്റൈലൊക്കെ പരീക്ഷിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സംഭവം. നിക്കുനും അതുപോലെ ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് നല്ല കുഞ്ഞിലെ തന്നെ അവൾ നിന്ന് തരും നിൽക്കുമ്പോഴത്തേനും. കുറച്ച് വിരിവിരിപ്പുണ്ട്. പക്ഷെ അല്ലാണ്ട് അവൾക്ക് ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാനും മുടി വളർത്താനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുടിയൊക്കെ ഇരുന്ന് ചീകി ഇങ്ങനെ വെറുതെ വലിയ ആൾക്കാരൊക്കെ ചീകി ഇങ്ങനെ ഇടൂലേ, അതുപോലെയൊക്കെ ഭയങ്കരമായിട്ട് അഭിനയിക്കും കേട്ടോ ആൾ. ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തന്നത് അമ്മുവാണ് കേട്ടോ. ഭയങ്കര നന്നായിട്ടൊക്കെ എടുത്തു തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്തുവാ, മുന്നേ ഞാൻ കഷ്ടപ്പെട്ട് എടുക്കുമല്ലേ വീഡിയോ, ഒന്നിൽ മറ്റുള്ളവരായിരിക്കും എൻ്റെ വീഡിയോയിൽ ഫുള്ളായിട്ടുള്ള. എൻ്റെ മുഖം കാണത്തേ ഇല്ല. ഞാൻ സെൽഫി ആയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ, ഞാൻ ഫ്രണ്ട് ക്യാമിൽ എടുക്കുമ്പോൾ മാത്രമേ എൻ്റെ വീഡിയോ എന്നെ കാണുള്ളൂ. ബിക്കോസ് എന്താ, ചേട്ടന് ഒരു താല്പര്യമില്ലാത്ത കേസാണ് ഞാനിങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ട് നടക്കുക, അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ വലിയ താല്പര്യമില്ല. പിന്നെ എനിക്കിഷ്ടമുണ്ടതുകൊണ്ട്, അത് എനിക്കിത് ഇൻട്രസ്റ്റ് ആണ് എന്നുള്ളതുകൊണ്ട് ചേട്ടൻ ഓക്കെ പറയും. ചേട്ടൻ എനിക്ക് ഇഷ്ടമാണെങ്കിൽ നീ ചെയ്തോ എന്ന് പറയും. അല്ലാതെ ചേട്ടൻ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സപ്പോർട്ടും ഇല്ല കേട്ടോ. പക്ഷേ സപ്പോർട്ട് ഇല്ലാത്തത് ചേട്ടന് ഇത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അതുപോലെ തന്നെ എന്താ, അവിടെ അവരുമായിട്ട് ഞാൻ പോകുമ്പോഴത്തേനും എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഒരു എന്തുവാ, പൊതുവേ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര ഷൈ ആണ്. പക്ഷേ എനിക്ക് ഇഷ്ടമാണ്, ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് ഞാനങ്ങ് ആരെയും നോക്കത്തില്ല കേട്ടോ, എടുക്കും. ഇപ്പോൾ അമ്മയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ആവശ്യമാണ് കേട്ടോ എനിക്ക് ഫുൾ എടുക്കാനും. അവർ രണ്ടുപേരും നല്ല സപ്പോർട്ടാണ്, കട്ട സപ്പോർട്ടാണ് രണ്ടുപേരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര ചില്ലായിട്ട് നിന്നെടുക്കും. പക്ഷേ എന്താ, അവിടെ ചേട്ടനും അവിടെ ഫാമിലിയായിട്ട് അമ്മയൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേനും എനിക്ക് കുറച്ചൊന്നും ഒരു ഇതാണ്, അവർ ഇഷ്ടമാവോ അല്ലെങ്കിൽ അവർക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാവോ അങ്ങനെയൊക്കെ ഒരു ഇത്. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്നും ഒതുങ്ങിയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഫുൾ അവിടെ കിടന്ന് എൻ്റെ ഫോണിൽ ചാർജ് കുറവായിപ്പോൾ. ഇല്ലെങ്കിൽ ഞാൻ ഫുൾ കവർ ചെയ്തേനെ അവിടെ. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഫോണിൽ എന്താ ചാർജ് കുറവായിപ്പോയെന്ന്. പിന്നെ ഞാൻ എവിടെ പോയാലും ഇതുപോലുള്ള മേളയിൽ എപ്പോൾ പോയാലും വാങ്ങുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോസൊക്കെ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് മേടിക്കും എപ്പോഴും. ഇത് നിക്കുവിന് കൊടുക്കത്തില്ല കേട്ടോ. പക്ഷെ അവളത് ചോദിച്ചില്ല കേട്ടോ. ആൾ ഒന്നാമത്തെ കാര്യം ഫുള്ള് അവിടെ റൈഡൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതൊക്കെ കണ്ടിട്ട് എന്തുവാ അതിലോട്ടായിപ്പോയി. അതിൽ കയറണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ആവേശത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിക്കുവിനിത്, അമ്മൂനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിക്കുവിനിത് കൊടുക്കത്തില്ല, അപ്പം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവളെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കേട്ടോ, ഇത് കൊള്ളത്തില്ല ചിച്ചി ബേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞു. അവൾ ചോദിച്ചതേ ഇല്ല കേട്ടോ അത്. അങ്ങനെ ഞാനും നിക്കും ഒക്കെ കഴിച്ചു. ഞാൻ തന്നെ മെയിനായിട്ട് കഴിച്ചത്, അവർക്ക് കുറച്ച് തന്നെ കഴിച്ചോളൂ. അങ്ങനെ ഞങ്ങൾ കഴിച്ച് അവൾ എങ്ങനെയുണ്ട് എന്ന് റിവ്യൂ പറയാൻ പറഞ്ഞു കേട്ടോ സാധനത്തിൻ്റെ. അപ്പം ഞാൻ സൂപ്പർ അടിപൊളി എന്ന് പറഞ്ഞ് ചിരിക്കണതാണ് നിങ്ങളാ കേൾക്കണത്. കുഴപ്പമില്ലായിരുന്നു, നമ്മൾ അറിയാമല്ലോ, എനിക്കിഷ്ടമാണ് ഇതുപോലത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടും, അത്രേ ഉള്ളൂ. ഇത് കുറച്ച് സേഫാണ് എന്ന് കരുതി നിക്കുനെ കയറ്റിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് ഇലക്ട്രിക്കൽ പരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമല്ല. അവൻ ഇത് കണ്ടില്ലേ, കൈ കൊണ്ട് ഇങ്ങനെ കറക്കി അങ്ങ് വിടും കേട്ടോ. അപ്പം ഇതിനെന്താ 30 രൂപയോ 50 രൂപയോ എങ്ങാണ്ടാണ് ഇതിൻ്റെ ഒരു റേറ്റ്. എന്താണ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ, പിന്നെ അവളുടെ ഇഷ്ടമല്ലേ അങ്ങനെ. പിന്നെ അമ്മു എന്ന് പറയുമ്പോഴത്തേനും എൻ്റെ എല്ലാ കുളതായ്മയ്ക്കും എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നു അതിനൊക്കെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. എന്ത് ചെയ്താലും നമുക്ക് ചെയ്യാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ എൻ്റെ കസിൻസിൽ എനിക്ക് ഏറ്റവും കംഫർട്ട് എനിക്ക് ഇവളെ തന്നെയാണ് കേട്ടോ. കാരണം എവിടെ പോയാലും ഏതിനോ ഒക്കെ റെഡി എന്ന് പറഞ്ഞ് ഇറങ്ങും. സത്യമായിട്ട് എൻ്റെ അമ്മയും അങ്ങനെയാണ് കേട്ടോ. എൻ്റെ അമ്മയും നമുക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അത് ചെയ്തോ, അങ്ങ് പൊക്കോ, അല്ലെങ്കിൽ ചെയ്തോ എന്ന് പറയും കേട്ടോ. പിന്നെ അതിൻ്റെ സേഫ്റ്റി വന്നിട്ട് എല്ലാ വശങ്ങളും അമ്മ നോക്കും. അല്ലാണ്ട് അമ്മയും അത്രയും സപ്പോർട്ടാണ് കേട്ടോ, എല്ലാത്തിനും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതൊക്കെ കണ്ടപ്പോഴേ നിൽക്കു വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അവളും കുറച്ച് മെച്ചുവേർഡാണ് കേട്ടോ, എന്നെക്കാളും മെച്ചുവേർഡാണ് നിൽക്കുമെന്ന് തോന്നുന്നു. ഇത് കണ്ടപ്പോഴേ വേണ്ട, കുറച്ച് ഭയങ്കര ഫാസ്റ്റായിട്ട് കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേണ്ടാന്ന് അവൾ പറഞ്ഞു. പിന്നെ നോക്കി ഈ ട്രെയിനിൽ കയറണമെന്ന് വാശി. എനിക്കത് കണ്ടപ്പോഴേ പേടി. എനിക്ക് സാധാരണ ഈ സംഭവങ്ങൾക്കൊന്നും പേടിയില്ല, ഞാൻ എല്ലാത്തിനും ചാടി കയറി ഇറങ്ങണതാണ് കേട്ടോ. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ എന്തോ ഒരു പേടി പോലെ. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ സേഫ്റ്റിയുടെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത്രയും കുഞ്ഞായിട്ടുള്ള അവളെയും കൊണ്ട് കയറുമ്പോഴത്തേക്ക് അവളെയും കൊണ്ട് കയറാൻ ഒരു പേടി കേട്ടോ. പക്ഷെ ഒരു കാര്യമില്ല, അവൾ അതിൽ കയറിയിട്ട് അടങ്ങുള്ളൂ കേട്ടോ. അവൾക്ക് ഒരു പേടിയില്ല. പക്ഷെ ഒന്നും പേടിക്കാത്ത ഞാനാണ്, എനിക്ക് ചെറിയൊരു ഭയം. ഇത് അത്രയ്ക്ക് ഹൈറ്റൊന്നും ഇല്ല കേട്ടോ, അത് ഇത്ര ഹൈറ്റ് തന്നെ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു പേടി കേട്ടോ. അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അമ്മ കയറിയില്ല, അവൾക്ക് ഓൾറെഡി പേടിയാണ്. പക്ഷെ അവൾക്ക് വേണമെങ്കിൽ കയറാമെന്ന് അവൾ പറഞ്ഞു കേട്ടോ. പിന്നെ വേണ്ട, അവളെയും കൂടെ ഇനി ടെൻഷൻ അടുപ്പിക്കേണ്ടെന്നത് ഞാൻ കൊണ്ട് കയറി. അത് കഴിഞ്ഞിട്ട് അവളുടെ ബബിൾസ് എപ്പോഴും പോയപ്പോൾ വാങ്ങുന്ന സാധനം ബബിൾസ്, അത് വെച്ച് അവിടെ മൊത്തം മറ്റുള്ള ആൾക്കാരുടെയൊക്കെ മണ്ടയിൽ അടിച്ച് കയറ്റായിരുന്നു കേട്ടോ ഈ ബബിൾസ് സംഭവം. പിന്നെ ഒന്നും വാങ്ങിക്കൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ മേടിച്ച് കൊടുത്തിട്ട് ഇതൊക്കെ അത് ആക്രികളൊക്കെ വേണമെന്ന്, അതൊക്കെ വീട്ടിൽ ഒരുപാട് കിടപ്പുണ്ട് കേട്ടോ. ആ സെയിം സാധനം തന്നെ അവൾക്ക് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ മേടിച്ചു കൊടുക്കാൻ പറ്റും? ഒരുപാട് സാധനങ്ങൾ മേടിച്ചു. ബാഗ്, ഒരു സൈഡ് ബാഗ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ബാഗ് തൂക്കി ഭയങ്കര വലിയ ആൾക്കാരെ പോലെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഹൊറർ ഹൗസിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യണത്. അവിടെ അവർ 5 മണിയാവും 6 മണിയാവും എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കുവാണേ. പക്ഷേ ഒരു കാര്യമില്ല കേട്ടോ, അവർ ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഭയങ്കര സാഡായിട്ട് ഞാനും അമ്മും കൂടെ
തിരിച്ചു പോരാണ് കേട്ടോ. ഞങ്ങൾക്കായിരുന്നു ഭയങ്കര ഇഷ്ടം ഹൊററിൽ കയറാം. അതുപോലെ തന്നെ നിൽക്കുകയും അതും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഉമ്മാക്കി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അവളെ കൊണ്ട് കയറണ്ടെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ഒന്നും നടന്നില്ല. ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. അത് മാത്രം നടന്നില്ല. അവിടെ ലേറ്റ് ആവും, 7 മണിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ എന്താ തിരിച്ച് പോരേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ആ ഒരു നഷ്ടം ഒരു വല്ലാത്ത നഷ്ടമായിപ്പോയി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ ഓൾറെഡി മുന്നേ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ കയറിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇതൊക്കെയാണ് കേട്ടോ അവൾക്ക് വാങ്ങിച്ചത്. എല്ലാം നല്ല അടിപൊളി സാധനങ്ങൾ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ വാങ്ങാമായിരുന്നു എന്നിപ്പം തോന്നി കേട്ടോ. കാരണം കുറച്ച് നല്ല റേറ്റും കുറവ് ക്വാളിറ്റി ഉള്ളപ്പോൾ വാങ്ങാമായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ വാങ്ങിച്ച സാധനമായിട്ട് രണ്ടും കൂടെ സന്ധ്യയ്ക്ക് വന്നിരുന്നും കൊണ്ട് അവിടെ മൊത്തം ഊതി ഭയങ്കര ബഹളമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.